നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്പൈനിനെ പറ്റിയാണ്. ഓക്കെ, സ്പൈൻ എന്ന് പറയുന്ന സമയത്ത് ചിലവർക്ക് അറിയാം സ്പൈൻ, സ്പൈനൽ കോഡ്, ഇല്ലെങ്കിൽ വെർട്ടിബ്ര, ഇല്ലെങ്കിൽ അതിനോട് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിന്റെ പേര് ഡിസ്ക് ബൾജിങ്, ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊട്രൂഷൻ, അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ, അല്ലെങ്കിൽ സയാറ്റിക്കയുടെ പ്രോബ്ലംസ് എന്നിങ്ങനത്തെ ഒക്കെയുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് ചിലപ്പോൾ പരിചിതമായിരിക്കും അല്ലെ? വെറും പരിചിതമായിരിക്കില്ല, നല്ല സുപരിചിതമായിരിക്കും അല്ലെ? എല്ലാവർക്കും ഏകദേശം കേട്ടിട്ടെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ പറ്റി അല്ലെ? അപ്പോ ഇതിനെപ്പറ്റി എന്താണ് ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്ന് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയും കൂടുതൽ അറിയാൻ വേണ്ടിയും കൂടിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ യോഗ ക്ലാസ്സിനകത്ത് ഓൾറെഡി കുറെ പേര്, നമ്മുടെ ക്ലാസ്സുകളിലെ ഏകദേശം പകുതി പേരും എനിക്ക് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, നമ്മുടെ തൈസിന്റെ ബാക്കിൽ നല്ല പെയിൻ ഉണ്ട്, തൈസിന്റെ ഫ്രണ്ട് ഭാഗത്ത് പെയിൻ ഉണ്ട്, സയാറ്റിക്കയുടെ പ്രോബ്ലം ഉണ്ട്, ചില ഡിസ്ക് ബൾജിങ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്, L1 L3 ഡിസ്ക് ബൾജിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കാൻ തന്നെ വിചാരിച്ചത്. ഓക്കെ, അപ്പോ ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 എക്സർസൈസസ് ചെയ്ത് ഇപ്പോൾ നോക്കാം. എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ തറയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കുക, ജസ്റ്റ് ലൈ ഡൗൺ ഫസ്റ്റ്. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് അറിയണമല്ലോ. അത് മാത്രമേ ഉള്ളൂ, എക്സർസൈസ് അല്ല. എനിക്കറിയാം നിങ്ങളുടെ UK സമയത്ത് 2 o'clock ആയിട്ടേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചു വന്നതേ ഉള്ളൂ എന്നുള്ളതൊക്കെ എനിക്കറിയാം. നമ്മൾ പ്രാക്ടീസ് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അവരവരുടെ ചെക്കിങ്ങിന് വേണ്ടിയാണ്. എല്ലാവരും കിടക്കുക, ലൈ ഡൗൺ, അല്ലെ കിടക്കുക. ജസ്റ്റ് ഒന്ന് എവിടെ എന്റെ ഒച്ച മാത്രം കേട്ടാൽ മതി, നിങ്ങൾ ക്യാമറ ഒന്നും റെഡിയാക്കാൻ നോക്കണ്ട, ജസ്റ്റ് ലൈ ഡൗൺ. ഓക്കെ, ലൈ ഡൗൺ ചെയ്തിട്ട് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്, എല്ലാവരും ആയി എന്നുള്ള നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ പെട്ടെന്ന് നമ്മൾ കഴിയും. നമ്മൾ ചെക്ക് ചെയ്യണം ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് നമ്മൾക്ക് ആദ്യം ഉണ്ടോ. ചിലപ്പോൾ ശ്രദ്ധയില്ലാണ്ട് നമ്മൾ ഇതൊക്കെ വിട്ടുപോകും. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഒരു ലെഗ്, ഏകപാദ ഉദ്ധാനാസന എന്ന് പറയുന്ന യോഗാസന, ഒരു ലെഗ്, സിംഗിൾ ലെഗ് റൈസിങ് എക്സസൈസ് ചെയ്യാൻ പോകും. ആദ്യം ലെഫ്റ്റ് ലെഗ് നേരെ മുകളിലോട്ടേക്ക് ഉയർത്തിക്കുക, മുട്ടുമടക്കാതെ. മാക്സിമം എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. ഓക്കെ, ലെഫ്റ്റ് ലെഗ് നിങ്ങളുടെ മുകളിലോട്ടേക്ക് ഉയർത്തുക. എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളൂ, താഴേക്ക് താഴ്ത്തുക, ഡൗൺ. നിങ്ങളിപ്പോ ചെക്ക് ചെയ്യണം കേട്ടോ, സെൽഫായിട്ട് ബോഡീനെ സ്കാൻ ചെയ്യാണ്, എവിടെയെങ്കിലും പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടി. ഓക്കെ, അടുത്തത് റൈറ്റ് ലെഗ് നേരെ മുകളിലോട്ടേക്ക് ഉയർത്തിക്ക്, മുട്ടുമടക്കാതെ ഉയർത്തുക. എവിടെയെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു സ്വന്തമായിട്ട്. ചിലപ്പോൾ കാഫ് മസിൽസിലായിരിക്കും, ചിലപ്പോ ഹാംസ്ട്രിങ്ങിന്റെ ഭാഗത്തായിരിക്കും, തൈസിന്റെ ബാക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബട്ടക്സിന്റെ അവിടെ ചിലപ്പോൾ പെയിൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ നട്ടലിന്റെ അവിടെ പെയിൻ ഉണ്ടാവും. ഒരു ഷോക്ക് പോലത്തെ ഉള്ള ഒരു പെയിൻ ആയിരിക്കും. ബ്രിങ് ഇറ്റ് ഡൗൺ, ബ്രിങ് യുവർ ലെഗ് ഡൗൺ. ചിലപ്പോൾ ഷോക്ക് പോലത്തെ ഉള്ള ഒരു പെയിൻ ആയിരിക്കും, ചിലപ്പോ ചതഞ്ഞ പോലെ, നമ്മുടെ ബോഡി ചതഞ്ഞ പോലെ, ഇല്ലെങ്കിൽ ഇൻഫ്ലമേഷന്റെ പെയിൻ ആയിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മനസ്സിൽ നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് 2 കാൽമുട്ടും മടക്കി വെക്കുക. 2 കാൽമുട്ട് മടക്കി കാൽപാദം തറയിൽ വെച്ചോളൂ. കാൽപാദം പൊക്കണ്ട, തറയിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് മാത്രം മുകളിലോട്ടേക്ക് ഉയർത്തിക്ക്. എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. താഴേക്ക് താഴ്ത്തുന്നു. റൈറ്റ് ലെഗ് മുകളിലോട്ടേക്ക് ഉയർത്തുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ബ്രിങ് ഇറ്റ് ഡൗൺ, കാല് താഴ്ത്തുക. അടുത്തത് ഈ 2 കാൽമുട്ടും നമ്മൾ ചെസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ. നമ്മൾ സാധാരണ പവന മുക്താസന ക്ലാസ്സിൽ ചെയ്യില്ലേ, അതേപോലെ. ഇപ്പൊ എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി വളരെ പതുക്കെ, മുഴുവനായിട്ട് ഡ്രോപ്പ് ചെയ്യരുത്, വളരെ പതുക്കെ ഒരു 30 ഡിഗ്രി ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് 2 കാൽമുട്ടും 30 ഡിഗ്രി, കുറച്ച് ഡിഗ്രി ഇതാക്കിയാൽ മതി. എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. തിരിച്ച് സെന്റർ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ഒരു 30 ഡിഗ്രി ഡ്രോപ്പ് ചെയ്യുന്നു. പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും ഭാഗത്ത്. യെസ്, സെന്റർ. ഇനി കൈകൾ കൊണ്ട് കാലിനെ ഹഗ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് തല ഉയർത്തി കാൽമുട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം.
യെസ്, തല താഴ്ത്തുന്നു, കാലുകൾ റിലീസ് ചെയ്യുന്നു, എല്ലാം നോർമലായിട്ട് റിലീസ് ചെയ്യുക. എല്ലാവരും വന്നിരിക്കുക. ഒന്നിരുന്ന് രണ്ട് കാൽമുട്ടും മുന്നോട്ടേക്ക് നീട്ടിയിരിക്കുക. രണ്ട് കാൽമുട്ടും മുന്നോട്ടേക്ക് നീട്ടിയിരിക്കുക. ലാസ്റ്റ് എക്സസൈസ് ഇതോടുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞു. രണ്ട് കൈമുട്ടുകൾ കൈ നല്ലോണം മുകളിലോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് വെച്ച് കാലിന്റെ വിരൽ ടച്ച് ചെയ്യാൻ ശ്രമിച്ച് ഏതെങ്കിലും ഒരു കാലില് പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ലെഗിലോ റൈറ്റ് ലെഗിലോ അല്ലെങ്കിൽ തൈസിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നട്ടലിന്റെ ഭാഗത്തോ എവിടെയെങ്കിലും പെയിൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, റിലീസ്. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നോളൂ. എങ്ങനെ, കൗച്ചിലാണെങ്കിൽ കൗച്ചിൽ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ഡൺ. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു. ഇനി എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ചെയറിലോ കസേരയിലോ യോഗ മാറ്റിലോ എങ്ങനെ വെച്ചാ ഇരുന്നോളൂ. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലോ. ഈ ടെസ്റ്റില് നമുക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചിലവർക്ക് പെയിൻ ഉണ്ടാവും, ചിലവർക്ക് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ചെറിയ പെയിൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാഗത്ത് മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ. അല്ലെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വിചാരിക്കണം. ഇനി ബാക്കിയുള്ളവര് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്തവരും ഉണ്ടാവും. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നിയില്ല ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളവരാണെങ്കിൽ നല്ല കാര്യം. നിങ്ങൾക്ക് ഈ സ്പൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അതിനർത്ഥം നിങ്ങളുടെ മൂവ്മെന്റും നിങ്ങളുടെ ജീവിതചര്യവും നിങ്ങളുടെ എക്സസൈസും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി അതല്ല ബാക്കിയുള്ളവർക്ക് വേദന ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ പറ്റി മനസ്സിലാക്കി അതിനെ പോണ്ടർ ചെയ്യുക. ഓക്കെ, ഇനി വേദന ഇല്ലാത്തവരും അതിനെ മനസ്സിലാക്കി വേദന ഉള്ള ഒരാൾക്ക് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കത്തക്ക വിധത്തിൽ ഈ ക്ലാസ്സിൽ നിന്നും ഉള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുക. ഓക്കെ, വേദനയുള്ളവര് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോണ്ടർ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുക. അല്ലാത്തവര് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാണ്. റൈറ്റ്, എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഒരു മിനിറ്റ്. യെസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ലോഡ് ആവുന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. യെസ്, ഇപ്പൊ കാണുന്നുണ്ടോ? ഒരു സ്പൈനൽ കോഡിന്റെ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക്സ് ജോയൽ. ഫീഡ്ബാക്ക് തന്നതിന് താങ്ക് യു. യെസ്, എനിക്ക് ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ ഇത് എവിടുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോ ഈ രണ്ട് പിക്ചറിലേക്ക് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് സൈഡ് പിക്ചറിലേക്ക് വരാം. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ എന്ന് പറയുന്നതാണ് ഒരു സ്കെലിട്ടനെ നമ്മൾ ഫേസ് ടു ഫേസ് നോക്കുമ്പോൾ, നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്പൈന് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യൂ ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ വെർട്ടിബ്രെയും ഒരു സാൻഡ്വിച്ച് പോലെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു സംഭവം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, ആ ഒരു ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് വളരെ പാർഷ്യലായിട്ട് സർഫസ് ലെവലിൽ നമ്മൾ പോകുന്നുള്ളൂ, നമ്മൾ ഡീപ്പായിട്ട് അനാട്ടമിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യം മാത്രം പറയാണ്. ഓരോ എല്ലിന്റെയും നടുക്കായിട്ട് രണ്ട് എല്ലുകളുടെ തമ്മിൽ നടുക്കായിട്ട് ഒരു വൈറ്റ് കളറുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഡിസ്ക്. വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്പൈനിന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് ആ ഡിസ്കിന്റെ വലിപ്പം കൂടെ വലുതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യാം.
അതായത് മുകളിലോട്ടേക്ക് പോകുമ്പോൾ വളരെ ചെറിയ രീതിയിൽ ഇതുള്ളൂ, ഡിസ്കിന്റെ വലുപ്പമുള്ളൂ. താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡിസ്കിന്റെ വലുപ്പം കൂടുതലാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ അതിന്റെ റൈറ്റ് സൈഡിലുള്ള പിക്ചറിലേക്ക് വരികയാണ്. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നമ്മൾ ഒരു സ്കെലിട്ടന്റെ ബാക്കിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്, സ്പൈനിന്റെ വ്യൂ ആണ് ഇത്. ഓക്കെ, നല്ല നല്ല മൂർച്ച കൂടിയ കുറെ എല്ലുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തത് ഇതാണ് ഡിസ്ക്, നടുക്കുള്ള സംഭവമാണ് ഡിസ്ക്. അത് മാത്രമല്ല സ്പൈനിന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്കിന്റെ വലുപ്പം കൂടുതലാണ്. ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ മൂന്നാമത്തെ ഈ സൈഡ് വ്യൂവിന്റെ പിക്ചറിലേക്കും കൂടെ വരിക. ഓക്കെ, സൈഡ് വ്യൂവിന്റെ പിക്ചറിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ കർവേച്ചർ, സ്പൈനിന് ഒരു കർവേച്ചർ ഉണ്ട്. ഈ നാച്ചുറൽ കർവേച്ചർ ആണ് സ്പൈനിന് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മേളത്തെ കർവേച്ചറിന് സെർവിക്കൽ കർവേച്ചർ എന്നും, നടുക്കത്തിനെ തൊറാസിക് കർവേച്ചർ എന്നും, താഴത്തേനെ ലംബാർ കർവേച്ചർ എന്നും, അടിയത്തിന് സാക്രൽ കർവേച്ചർ എന്നും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി എന്താ പറയാ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊന്നും പുതിയൊരു ടെർമിനോളജി ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഒരു ലേ മാനിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ബെയർ വിത്ത് മീ. ഓക്കെ, ഈ ഒരു കർവേച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മൾ യോഗ ക്ലാസ്സിൽ നട്ടല് നിവർന്നിരിക്കൂ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നട്ടല് നിവരുന്നുണ്ടാ? നിവർന്ന് സ്ട്രെയിറ്റ് ആയ പോലെയാണോ ഇരിക്കുന്നത്? അല്ല, നട്ടലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കർവേച്ചറിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർവേച്ചറിന് കാരണം, ഈ കർവേച്ചറുള്ള രീതിയിൽ ഉണ്ടാക്കിയതിന് കാരണമുണ്ട്. അതിന്റെ നമുക്ക് ഓരോരോ ഷോക്ക് അബ്സോർബ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടി കൂടിയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള കർവേച്ചർ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് മനസ്സിലായി എന്ന് പറയൂ. കേൾക്കാനില്ലാരും പോയോ? ഓക്കെ, കാരണം എനിക്ക് നിങ്ങളെ കാണുന്നില്ല. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ തംസപ്പ് കാണിക്കുന്നൊന്നും എനിക്ക് കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വ്യൂ തന്നെ, പക്ഷെ ഇത് നമുക്ക് ഈ ഒരു ഫോട്ടോയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ മേളില് കാണിക്കുന്ന C1 മുതൽ C7 വരെയുള്ള വെർട്ടിബ്രേന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സെർവിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സെർവിക്കൽ വെർട്ടിബ്രേസ് എന്ന് പറയുന്നത്. അത് മുതൽ T1 മുതൽ T12 വരെ, TH12 എന്ന് പറയുന്നത് വരെ ഉള്ളതിനെയാണ് തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ജനറൽ നോളജിന് വേണ്ടി പറഞ്ഞിരുന്നതാണ്. അടുത്തത് ഈ യെല്ലോ കളറിലുള്ള L1 മുതൽ L5 വരെയുള്ള വെർട്ടിബ്രേസിന് പറയുന്ന പേരാണ് ലംബാർ വെർട്ടിബ്രേസ്. അത് കഴിഞ്ഞിട്ട് സേക്രം എന്ന് പറയുന്നതുകൊണ്ട്, സേക്രത്തിനകത്തും ഉണ്ട് S1 മുതൽ S5 വരെ ഉള്ളതുണ്ട്. അത് ഈ ഫോട്ടോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുക്ക് കൂടെ, ഓക്കെ, രണ്ട് ആ ഒരു ഡിസ്കിന്റെയും ആ ഒരു എല്ലിന്റെയും നടുക്കിൽ കൂടെ ഒരു വാക്യൂം സ്പേസ് കിടക്കുന്നതാണോ? വെള്ള കളറിൽ ചെറിയ 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 ഓട്ടകള് മേളിന്ന് താഴെ വരേക്കുള്ളത്. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ സ്പൈനൽ കനാല് ഉള്ളത്. ഓക്കെ, സ്പൈനൽ കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഇരിക്കുന്ന സ്ഥലം. ആ വഴി കൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഉള്ളത്. അതിന്റെ ഫ്രണ്ടിലും അല്ല ബാക്കിലും അല്ല. ഇത് ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു യെസ്, ഇതൊരു എക്സ്റേ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ എക്സ്റേയിൽ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഈ എക്സ്റേ ഭാഗം സൂം ഇൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലംബാർ റീജിയണിലാണ്. ഓക്കെ, ലംബാർ റീജിയണിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മേളത്തെയുള്ള നമ്മുടെ വെർട്ടിബ്രെ നോക്കിക്കഴിഞ്ഞാൽ മേളത്തെ ഉള്ള രണ്ട് വെർട്ടിബ്രെ തമ്മിൽ വലിയ കുഴപ്പമൊന്നും നമുക്ക് തോന്നുന്നില്ല. നടുക്കുള്ള ഡിസ്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെ? രണ്ടാമത്തെ വെർട്ടിബ്രെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഡിസ്ക്
ചെറുതായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ഡിസ്ക് തള്ളുന്നത് പോലെ ഒരു ടെൻഡൻസി ഉണ്ട്, പക്ഷെ ഒന്നുമില്ല, വിച്ച് ഇസ് നാച്ചുറൽ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൂന്നാമത്തെ ഡിസ്ക് വരുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളുടെ ക്ലാരിറ്റി കുറവായിരിക്കും, എക്സ്റേ ഇമേജ് ആയതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഡിസ്ക്, ഉള്ളിലുള്ള ഡിസ്ക് പുറത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടോ? സൈഡ് വിട്ട് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ വെള്ള കളറിലുള്ള സ്പൈനൽ കനാലിനെ കംപ്രസ് ചെയ്ത് സ്പൈനൽ കോഡുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? അതെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക് ബൾജിങ് എന്താണ്, ഡിസ്ക് പ്രൊട്രൂഷൻ എന്താണ്, ഡിസ്ക് ഹെർണിയ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു എക്സ്റേ വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ? യെസ്. അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോ ഈ ഡിസ്ക് ബൾജ് ചെയ്ത് നമ്മുടെ സ്പൈനൽ നെർവ്സിനെ ടച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? ഈ ടച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു പെയിന് അനുഭവപ്പെടുന്നത്. ആ പെയിനെ സാധാരണ വിളിക്കുന്ന പേരാണ് സയാറ്റിക് പെയിന്, അല്ലെങ്കിൽ ഈ നെർവ് എവിടെ നിന്നാണ് ഏറ്റവും ലോങ്സ്റ്റ് നെർവ് എന്ന് പറയുന്ന സയാറ്റിക് നെർവിനെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോ അതിന്റെ ഈ ടച്ച്, ആ ഒരു ബൾജ് പുറത്തേക്ക് വന്ന് നെർവ്സിനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിനെയാണ് സയാറ്റിക് പെയിന്, അല്ലെങ്കിൽ ബാക്കി പലതരത്തിലുള്ള പെയിനുകൾ ഉണ്ട്, ഡിസ്ക് ബൾജിന്റെ പെയിൻ ഉണ്ട്. അതെല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഡിസ്ക് എങ്ങനെ പുറത്തേക്ക് വരുന്നതെന്നുള്ളതും അതിനെ പറ്റിയുള്ള ഒരു പിക്ചറും എക്സ്റേ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മളെ സ്ക്രീൻ ഷെയറിംഗ് മാറ്റുകയാണ്. യെസ്, ഓക്കെ, തിരിച്ചു വന്നു. ക്ലിയർ? ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഡിസ്ക് ബൾജ് ആവുന്നതും, എന്താണ് ഈ ഡിസ്ക് ബൾജിങ്, എന്താണ് ഈ പ്രൊട്രൂഷൻ, എന്താണ് ഹെർണിയ, ഇത് എന്താണ് സയാറ്റിക എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ആ നടുക്കിലുള്ള ഒരു സാൻഡ്വിച്ച്, രണ്ട് എല്ലിന്റെ നടുക്കുള്ള ഒരു സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒരു ഡിസ്കിനെ കണ്ടായിരുന്നല്ലോ. ആ ഡിസ്ക് എന്താന്നുള്ളത് ആദ്യം പഠിക്കാം. ഓക്കെ, ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, കുറെ റബ്ബർ ബാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു റബ്ബർ ബാൻഡ്. ഓക്കെ, ആ റബ്ബർ ബാൻഡ് ഒരു 10 റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഒരു 20 റബ്ബർ ബാൻഡ് മേളില് സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഇമാജിൻ ചെയ്യാം. സാധാരണ റബ്ബർ ബാൻഡ്, ഒരു റബ്ബർ ബാൻഡിന്റെ മുകളിൽ വേറെ റബ്ബർ ബാൻഡ് വെച്ചു, അങ്ങനെ ഒരു 20 റബ്ബർ ബാൻഡ് വെച്ചു എന്ന് വെച്ചോ. ഓക്കെ, അതിന്റെ ഉള്ളില് ഒരു ജെല്ല്, ഒരു വട്ടത്തിലുള്ള ഒരു ബോള് പോലെയുള്ള ഒരു ജെല്ല് ആ 20 റബ്ബർ ബാൻഡിന്റെ നടുക്കൊരു ഓട്ട ഉണ്ടാവില്ലേ, ആ ഓട്ടയിൽ വെച്ചു. ഇതാണ് ഡിസ്ക്. ഓക്കെ, റബ്ബർ ബാൻഡ് പോലത്തെ ഉള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ നടുക്ക് ഒരു ജെല്ല് പോലത്തെ റൗണ്ടഡ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ആണെന്നും വിചാരിക്കരുത്. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ജെല്ല് പോലത്തെ സബ്സ്റ്റൻസ്, നമ്മളൊരു ജെല്ല് നമ്മൾ കമർത്തുമ്പോൾ ജെല്ലിന്റെ പാറ്റേൺ മാറില്ലേ, അതേപോലെ ഭയങ്കര ജെല്ലി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നടുക്ക് ഇരിക്കുന്നു. അതിനെ കവർ ചെയ്യാൻ വേണ്ടി റബ്ബർ ബാൻഡ് പോലത്തെ ഉള്ള ഒരു സ്ട്രക്ചർ ഇരിക്കും, എലാസ്റ്റിക് പോലത്തെ ഉള്ള ഒരു സ്ട്രക്ചർ. ഇതാണ് ഡിസ്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്തെങ്കിലും കാരണത്താൽ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, നമ്മൾ ഒരു കസേരയിൽ തന്നെ കുറെ നേരം ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കസേരയിൽ തന്നെ നമ്മൾ ഇരുന്നുകൊണ്ടിരിക്കുക, കുറെ നേരമായിട്ടിരിക്കുന്നു. അപ്പൊ ഇരിക്കുന്ന സമയത്ത് രണ്ട് എല്ലുകൾ തമ്മില് ആ ഒരു കംപ്രഷൻ ഈ റബ്ബർ ബാൻഡിൽ ഫീൽ ചെയ്യും. ഓക്കെ, ഈ റബ്ബർ ബാൻഡ് പോലത്തെ ഉള്ള ഡിസ്കിൽ ഫീൽ ചെയ്യും. അപ്പോ ഈ റബ്ബർ ബാൻഡ് നമ്മൾ അമർത്തുമ്പോൾ റബ്ബർ ബാൻഡ് പുറത്തേക്ക് നമ്മൾ തള്ളില്ലേ, അതേപോലെ ചെറുതായിട്ട് തള്ളി ആ ഒരു രണ്ട് ബോണിന്റെയും സ്ട്രക്ചറിൽ നിന്ന് പുറത്ത് തള്ളി വരുന്നതാണ് ഡിസ്ക് ബൾജിങ്. ചെറുതായിട്ട് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരിക, അത്രേ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഡിസ്ക് ബൾജിങ് എന്ന് പറയുന്നത് കാര്യമൊന്നും അല്ല. ഇത് സാധാരണ നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ വല്ല ഹെവി ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ കുറെ നേരം ഇരിക്കുമ്പോഴോ ഒക്കെ ചെറുതായിട്ട് ബൾജിങ് എല്ലാവർക്കും വരാറുണ്ട്. അതൊരു വലിയ സംഭവമല്ല. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ദിവസം കിടക്കുമ്പോഴോ റെസ്റ്റ് എടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ അതിന്റെ
റിവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ഡിസ്ക് ഉള്ളിൽ കയറി പോകും. അത് അതിനായിട്ടുള്ള കറക്റ്റ് സ്ഥലത്ത് കയറിപ്പോകും. അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പൊ ഡിസ്ക് ചെറുതായിട്ട് പുറത്തേക്ക് ബഞ്ച് ചെയ്ത് വരുന്നത് ഉള്ളിലോട്ട് പോകുന്നതൊക്കെ വളരെ നോർമലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഒരേ സ്ഥലത്ത് റോങ് ആയിട്ടുള്ള പോസ്റ്ററിൽ ഇരുന്നുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഹെവി വെയിറ്റ് നമ്മൾ പിടിച്ചോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്തല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മൾ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളുന്ന കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് ഇല്ലാതെ അതിന്റെ കൗണ്ടർ പോസ്, അതിന്റെ ഇൻവേഴ്സ് പോസ് ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ഡിസ്ക് ബൾജിങ്, ഡിസ്ക് പ്രൊട്രൂഷനോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിങ്ങോ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളും. കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളിലോട്ടേക്ക് വരാനുള്ള എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും, സമയം പിടിക്കും. ഓക്കെ, അപ്പോ നല്ല പെയിനും സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രൊട്രൂഷൻ വരുമ്പോ തന്നെ അത്യാവശ്യം പെയിൻ സ്റ്റാർട്ട് ആവും. ഈ പെയിൻ എവിടുന്നാ ഉണ്ടാവണം എന്നുള്ളത് അറിയോ? ആദ്യത്തെ പെയിന്, 2 തരത്തിലുള്ള പെയിനാണ് നട്ടൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ തരത്തിലുള്ള പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ്. അതായത് ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളുമ്പോ നമ്മുടെ ശരീരം ഭയങ്കര ബുദ്ധിയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ശരീരത്തിന് മനസ്സിലാവും എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റീന്റെ അടുത്ത് പറയും, ആ ഭാഗത്ത്, നമ്മുടെ നട്ടലിന്റെ ഭാഗത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവിടെ പോയി ശരിയാക്കാൻ പറയും. അവിടെ പോയി ശരിയാക്കാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂണിറ്റി വന്നിട്ട് ആ ഭാഗം പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ആകും, നീര് വെപ്പിക്കും. എല്ലാവർക്കും അറിയാലോ അല്ലെ നീര് വെക്കുന്നത്? യെസ്, എല്ലാവർക്കും അറിയാം. നീരെന്താ? കയ്യിൽ നീര്, കാലില് നീര്, എവിടെയെങ്കിലൊക്കെ നീര് വരും. ഈ നീര് വെക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ചെയ്യുന്ന പരിപാടിയാണ്. ആ നീര് വെക്കുന്ന സമയത്തെ നമ്മൾ ആ ഭാഗം അനക്കുവോ? ഇല്ലല്ലോ. നീര് വെക്കുമ്പോ വേദനയല്ലേ, അപ്പൊ നമ്മൾ അത് അനക്കാതിരിക്കില്ലേ ആ ഭാഗം? അതിനു വേണ്ടിയാണ് നമ്മൾ ആ ബോഡി നീര് വെപ്പിക്കുന്നത്, ആ ബോഡി അനക്കാതിരിക്കാൻ. ആ ബോഡി അനക്കാതിരുന്നു കഴിഞ്ഞാൽ ശരീരം തന്നെ, ഇപ്പൊ നമ്മുടെ കേസിൽ ഡിസ്ക് ബൾജിങ്ങും പ്രൊട്രൂഷനും ആണ്, അപ്പൊ അതിനെ തന്നെ അത് ഉള്ളിലോട്ടേക്ക് കൊണ്ടുതരും. ഉള്ളിലോട്ടേക്ക് വരുത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ റെസ്റ്റ് എടുക്ക് എന്ന് പറയുന്നതാണ് അവിടെ നീര് വെക്കുന്നതിന്റെ സംഭവം, നീര് വെക്കുന്നതിന്റെ വേദന. അല്ലെ, നമ്മൾ ഒരു നീര് വെക്കുന്നതിന്റെ വേദന ആവുമ്പോഴും എന്തിനാ നീര് വന്നതെന്ന് പോലും അറിയില്ല, ഇങ്ങനെ കടന്ന് വ്യാധിപ്പെടാൻ തുടങ്ങും. അല്ലെ, അപ്പൊ നീര് വെക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നീര് വെച്ചതുപോലത്തുള്ള ഒരു വേദനയാണ്. ഈ വേദന നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ലോങ് ഡ്രൈവ് നിങ്ങൾ കാറിലോ എവിടെയെങ്കിലും ബൈക്കിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോ അയ്യോ ഒന്ന് നട്ടല് നിവർന്നൊന്ന് കടന്നാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ഒരു വേദന ഇല്ലേ നിങ്ങൾക്ക് കുറെ നേരം ഇരിക്കുമ്പോഴോ? ഇല്ലേ? ആ വേദനയാണ് സാധാരണ നീര് വെക്കുന്നത് പോലത്തുള്ള ഒരു വേദന എന്നൊക്കെ പറയുന്നത്. അത് നിങ്ങൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പോകും. കൂടിപ്പോയ 1-2 ദിവസം. ഇനി നീര് പോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എണ്ണയോ ആ സംഭവമൊക്കെ വെല്ലോ ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്താൽ മതി, നീര് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്താൽ നീര് പോകും. അതാണ് ഒന്നാമത്തെ തരത്തിലുള്ള വേദന. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഡിസ്കിന് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വേദന തോന്നുന്നത് ചിലപ്പോൾ ഞരമ്പിൽ തൊടുന്ന വേദന ആയിരിക്കില്ല, അത് ചിലപ്പോൾ നീരിന്റെ വേദന ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. രണ്ടാമത്തെ തരത്തിലുള്ള വേദനയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തന്ന ഗ്രാഫിനകത്തെ സ്പൈനൽ കനാലും കണ്ടില്ലേ? എക്സ്റേനകത്ത് വെള്ള കളറിലുള്ള സ്ഥലം, അതിന്റെ നടുക്ക് കൂടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു നെർവും, അതാണ് സ്പൈനൽ കോഡ്. ഓക്കെ, ഈ സ്പൈനൽ കോഡിലേക്ക് ഈ ഡിസ്ക് അമങ്ങി വരുമ്പോ നമ്മുടെ ഞരമ്പ് ഒരു വേദന ഉണ്ടാകും. അതൊരു ഒന്നൊന്നര വേദനയാണ്, അതൊരു ഷോക്ക് അടിക്കുന്നത് പോലത്തുള്ള ഒരു വേദനയാണ്. ഓക്കെ, ആ വേദനയാണെങ്കിൽ അതിനർത്ഥം ഈ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പിനെ തൊടുന്നുണ്ട് എന്നുള്ള വേദന. ഓക്കെ, അവിടെയാണ് നിങ്ങൾ ശരിക്കും അങ്ങനത്തെ വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അതിലേക്ക് ശ്രദ്ധിച്ചോണം. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ തരത്തിലുള്ള വേദന. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്പൈനലിന്റെ ബഡ്ജിങ് മനസ്സിലായല്ലോ, പ്രൊട്രൂഷൻ അല്ലെങ്കിൽ അത് മനസ്സിലായല്ലോ, സ്പൈനൽ പ്രൊട്രൂഷൻ മനസ്സിലായല്ലോ. അടുത്തതാണ് സ്പൈനൽ ഹെർണിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ. സോറി, ഓക്കെ, ഡിസ്ക് ഹെർണിയേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, ഒരു ജെല്ല് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റബ്ബർ ബാൻഡും ഉള്ളിലുള്ള ഒരു ജെല്ലും. ഈ ഡിസ്കിനെ നമ്മൾ അമർത്തി ഈ ഉള്ളിലുള്ള ജെല്ല്
പൊട്ടി പുറത്തേക്ക് പോകുന്നതിനെയാണ് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ജെല്ലടക്കം ആ നട്ടലിന് വേണ്ടിയുള്ള നട്ടലിന്റെ പ്രഷർ കാരണം ഇല്ലെങ്കിൽ തേയ്മാനം കാരണം പുറത്ത് പോയി ആ ജെല്ല് പുറത്തേക്ക് പോകുന്നതിനെയാണ് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എന്നുള്ളതാണ്. അതാ പറഞ്ഞു, ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. എന്നിട്ട് ഈ ജെല്ല് വന്നിട്ട് നമ്മുടെ നെർവിനെയൊക്കെ ബാധിക്കും. അതിനെയാണ് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. ഹെർണിയേഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെരി 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 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പോ ഹെർണിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഭയങ്കര കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും, അങ്ങനത്തെ ഉള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഹെർണിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഓക്കെ, എല്ലാവരും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പോരുത്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇന്നത്തെ ഉറക്കം, പ്രിൻസിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്നത്തെ എന്റെ ഉറക്കം പോയി എന്നുള്ളത് ആരും വിചാരിക്കരുത്. ഓക്കെ, നട്ടലും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത്. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ക്രിയേറ്റിംഗ് അവയർനെസ് മാത്രമാണ്. ഓൾറൈറ്റ്, അപ്പൊ ഹെർണിയേഷൻ മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അടുത്തത് എന്താ നമ്മൾ മനസ്സിലാക്കാൻ പോകേണ്ടത് അറിയോ? ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്തുകൊണ്ടാ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഡേ ടു ഡേ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ക്യൂലൊക്കെ നിൽക്കേണ്ടി വരും അല്ലെ? ക്യൂല് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. ക്യൂല് നിൽക്കുമ്പോ രണ്ട് കാലിലും നമ്മൾ നിൽക്കുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോ ഒരു കാലിലേക്ക് നമ്മൾ വെയിറ്റ് കൂടുതൽ കൊടുക്കും. ശരിയല്ലേ? എന്നിട്ട് ആ ഒരു കാല് മടുക്കുമ്പോ വേറൊരു കാലിലേക്ക് മടുക്കും. ചിലവര് ഒരേ കാലിൽ തന്നെ അങ്ങനെ തന്നെ പോവാറുണ്ട്. ഓക്കെ, അവർക്ക് 100% കാലിന്റെ മുട്ടിന്റെ ആ കാലിലുള്ള മുട്ടുവേദന, ആ കാലിന്റെ ആംഗിളിലുള്ള വേദന, ഹീലിലുള്ള വേദന എന്നുള്ളതൊക്കെ സർവ്വസാധാരണമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത്, ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ട് എക്സാമ്പിൾസ് എന്തൊക്കെയാ പറയാന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞൊന്നുമല്ല. കുറെ പേര് മുന്നേ പറഞ്ഞിട്ടുള്ളതിന്റെ എക്സ്പീരിയൻസസ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം സ്ത്രീകളിൽ കണ്ടുവരുന്നത്, കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് കട്ടിങ്, ഓബ്വിയസ്ലി വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോ കട്ട് ചെയ്തേ നമുക്ക് എന്താ പറയാ കറി ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാനും പറ്റുള്ളൂ. കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ഇരിക്കുക? വളഞ്ഞിട്ടൊരു ഇരിപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇതെല്ലാവർക്കും അറിയാം. വളഞ്ഞ് കട്ട് ചെയ്യുന്നത് ഇത് ഒരു പ്രോബ്ലം ആണ്. ഇതൊരു വലിയൊരു പ്രോബ്ലം ആണ്. പിന്നെ പാത്രം കഴുകുന്ന സമയത്ത്, സിങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത്, നിങ്ങളുടെ കിച്ചണിലുള്ള സിങ്ക് നിങ്ങളുടെ ഹൈറ്റിന് തന്നെയാണോ? നിങ്ങളുടെ ഹൈറ്റ് കറക്റ്റ് നട്ടല് നിവർന്നിട്ടാണോ നിങ്ങൾക്ക് സിങ്ക് കഴുകാൻ പറ്റുന്നത്? ചിലപ്പോ ആയിരിക്കില്ല. ചിലപ്പോ മുന്നോട്ടേക്ക് ഒന്ന് ചെറുതായിട്ട് ലീൻ ചെയ്യേണ്ടി വരും അല്ലെ? ആ ലീനിങ് ഒരു പ്രോബ്ലം ആണ്. പിന്നെ ഉള്ളത് എക്സർസൈസ് ഓവർ എക്സർസൈസ് ചെയ്യാൻ. ഓക്കെ, യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യോഗ എന്ന് പറയുന്നത് ആസനാസ് മാത്രമല്ല. യോഗ എന്ന് പറയുന്നത് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും മനസ്സിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ഏറ്റവും ആവശ്യം. മനസ്സിന്റെ ഫ്ലെക്സിബിലിറ്റിക്കാണ് യഥാർത്ഥ യോഗ. ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോരുത്തരുടെ ശരീര പ്രകൃതം കാരണം വരും. അത് അവരവർക്ക് എല്ലാ ബോഡിയും ഡിഫറെന്റ് ആണ്. അപ്പോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്കലിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റീവ് ആണ്. പക്ഷെ മെന്റൽ ഫ്ലെക്സിബിലിറ്റി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഇല്ലാത്തത്. ഓക്കെ, ആ ഒരു മെന്റൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാനിവിടെ മെന്റൽ ഫ്ലെക്സിബിലിറ്റിക്ക് യെസ്, യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ എന്ത് എക്സർസൈസസും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആൾക്കാര് ഓവർ ആയിട്ടിരുന്ന് ആസന പ്രാക്ടീസസ് ചെയ്യും. അപ്പോ നട്ടല് മുൻപോട്ടേക്ക് ഫോർവേഡ് സിറ്റിംഗ്, ഫോർവേഡ് ബെൻഡ്, ഹാംസ്ട്രിങ്ങിൽ വേദന ഉണ്ടെങ്കിലും നല്ലോണം വേദനിപ്പിച്ച് എനിക്ക് സ്ട്രെച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് എക്സേർട്ട് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനത്തെ ഓരോരോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ സാധാരണ പോലെ എല്ലാവരും കാർ ഓടിക്കുന്നവരായിരിക്കുമല്ലോ അല്ലെ? എല്ലാവരും കാർ ഓടിക്കുമ്പോ കാറിൽ കയറിയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, ചിലവരുണ്ടല്ലോ, ചിലപ്പോ നിങ്ങളൊക്കെ നോർമൽ ആയിട്ടായിരിക്കും ഇരിക്കാം, പക്ഷെ ചിലവര് നമ്മൾ ഇരിക്കുമ്പോ ഒരു ബട്ടക്സിലായിരിക്കും ബോഡി വെയിറ്റ് മൊത്തം കൊടുക്കുന്നത്. ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കും, മോഹൻലാലിന്റെ സ്റ്റൈലിൽ ഇരിക്കുന്നത് പോലെ ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ കാറിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലോ ഒക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.
ഓക്കെ, ചിലപ്പോൾ 2 ബട്ടക്സിലും ആയിരിക്കില്ല, ഒരു ബട്ടക്സിലായിരിക്കും കൂടുതൽ നിങ്ങളുടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ വേറൊരു സംഭവം, ബാഗ്, നിങ്ങൾ ഏതെങ്കിലും ബാഗ്, നിങ്ങൾ ചിലപ്പോൾ ഷോപ്പിംഗ് ബാഗോ ഇല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പൊ എന്റെ ചേച്ചിയുടെ ഒരു കമ്പോ, എന്റെ ചേച്ചി സാധാരണ കോളേജിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് പുള്ളിക്കാരുടെ ലാപ്ടോപ്പും ബാഗൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരുടെ ക്വാർട്ടേഴ്സിൽ നിന്നും കോളേജിലേക്ക് നടക്കുന്ന ഒരു നടത്തമുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഇല്ലെങ്കിൽ 45 ഹാഫ് കിലോമീറ്റർ ഇല്ലെങ്കിൽ ഒരു 750 മീറ്റേഴ്സ് നടക്കാനുണ്ട്. ഈ നടക്കുന്ന സമയത്ത് ചേച്ചി ഒരു തോളിലായിരിക്കും ബാഗ് വെക്കുക. 2 തോളിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി ഒരു പ്രൊഫസറാണല്ലോ, കുട്ടികൾ നടക്കുന്ന പോലെ നടക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റൈലിലായിട്ട് ഒറ്റ ബാഗിൽ മാത്രം പിടിച്ചുകൊണ്ട് നടക്കും. അപ്പൊ ഈ ഷോൾഡർ പൊങ്ങിക്കിടക്കും, ബോഡി വെയിറ്റ് മൊത്തം ഇങ്ങോട്ടേക്ക് വരും. ഇതൊരു പ്രോബ്ലമാണ്. ഇങ്ങനത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ TV കാണാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങളുള്ള കൗച്ച്, നിങ്ങളുടെ സോഫ, അല്ലെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ നല്ല ചെയർ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെങ്ങനെയാ നല്ല ചെയർ ആണോ എന്നുള്ളത് അറിയോ? നമ്മുടെ നട്ടലിനെ നിവർന്ന് ഇരിക്കാൻ സഹായിക്കുന്ന ചെയറുകൾ നല്ല ചെയറുകളാണ് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചോ? ഓക്കെ, നമ്മള് നട്ടല് വളഞ്ഞിരിക്കാം. ഇപ്പൊ ഇരിക്കുന്ന കണ്ടില്ലേ? ഇപ്പൊ ഇരിക്കുന്നതാണ് ആന്റീരിയർ ടിൽറ്റ് എന്ന് പറയും. ആന്റീരിയർ ടിൽറ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നതാണ് പോസ്റ്റീരിയർ ടിൽറ്റ്. ആന്റീരിയർ ടിൽറ്റ്, പോസ്റ്റീരിയർ ടിൽറ്റ്. നമ്മൾ മിക്ക പ്രാവശ്യവും നമ്മൾ ഇരിക്കുന്ന വീട്ടിലുള്ള കസേര, ഇപ്പോ ടിൻഡു മാം ഇരിക്കുന്നത് പോസ്റ്റീരിയർ ടിൽറ്റിലല്ലേ? ഒന്ന് ചെക്ക് ചെയ്തേ, ആണോ? ആണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പൊക്കിക്കേ. ഇതേപോലെ പോസ്റ്റീരിയർ ടിൽറ്റിൽ ഇരിക്കുന്ന കൗച്ചുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് ബൾജിങ് അല്ലെങ്കിൽ സ്പൈനൽ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ ബാക്ക് പ്രോബ്ലംസ് വരും, ഇൻഫ്ലമേഷൻ വരും. നട്ടല് നിവർന്നിരിക്കാൻ പോലത്തെ ടിൻഡു മാം അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നമ്മൾ മനസ്സിലായല്ലോ, ക്രിയേറ്റിംഗ് അവയർനെസ്. ഇതൊക്കെ സാധാരണ എന്റെ ബാക്കിലുള്ള കൗച്ച് കണ്ടില്ലേ? ഇത് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, യെസ്. ടിനു മാം പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിനകത്ത് ഇരിക്കാറില്ല അല്ലെ? അതിനകത്ത് സാധാരണ ഇരിക്കാറില്ല. ഇന്ന് ക്ലാസ്സിന് വേണ്ടി മാത്രം ഇതാ. എന്തായാലും കുഴപ്പമില്ല, ഇരുന്നത് നന്നായി, എനിക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ റൈറ്റ്. അപ്പൊ ആന്റീരിയർ ടിൽറ്റും പോസ്റ്റീരിയർ ടിൽറ്റും മനസ്സിലായല്ലോ. ഈ 2 ടിൽറ്റും ഇല്ലാതെ നോർമലായിട്ട് നട്ടല് അത്യാവശ്യം നിവർന്നിരിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നോർമൽ എന്റെ ഇരുത്തം. ഓക്കെ, ഇതാണ് എന്റെ പോസ്റ്റീരിയർ ടിൽറ്റ്, ഇതാണ് എന്റെ ആന്റീരിയർ ടിൽറ്റ്. ഇതും പാടില്ല, ഇതും പാടില്ല, നോർമൽ. ഇങ്ങനെ ഇരിക്കാൻ സഹായിക്കുന്ന കൗച്ചുകളാണോ സോഫയാണോ നമ്മുടെ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ കുറെ നേരം ഇരുന്ന് 2-2.5 മണിക്കൂർ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും നമ്മുടെ നട്ടല് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല കേട്ടോ. ഈവൻ സിനിമാ തിയേറ്ററിലുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നല്ല നല്ല സിനിമാ തിയേറ്റേഴ്സ് ഒക്കെ ഇല്ലേ, ഭയങ്കര കൗച്ചുള്ള മൂവി തിയേറ്റേഴ്സ് എല്ലാം ഇതേപോലെ തന്നെയാ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര നമ്മുടെ ബാക്കിന് ഭയങ്കര ബാഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ, കുഷനൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്. പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥ സുഖം. അതൊക്കെ നമ്മുടെ സ്പൈനിന് പ്രഷർ കൊണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, പിന്നെ ഒന്നാമത്തെ കാര്യം അത് മനസ്സിലായല്ലോ, നമ്മൾ ഇരിക്കുന്ന സംഭവം. രണ്ടാമത്തത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ജോലിയാണ് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ്, കമ്പ്യൂട്ടർ ജോബ് ആണെങ്കിലും അതൊക്കെ ആണെങ്കിലും ഇരിക്കുന്ന കസേര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓഫീസ് ഡെസ്കിനും ഓഫീസ് ചെയറിനും വേണ്ടിയുള്ള ചെയർ ശ്രദ്ധിക്കുക, നിവർന്നിട്ടുള്ള നല്ല ചെയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ പോസ്റ്റർ ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പൈനൽ പ്രോബ്ലത്തിന്റെ ഒരു 60% കാരണമാണ് പ്രോപ്പർ ആയിട്ടുള്ള സിറ്റിംഗ് പോസ്റ്റർ അല്ലാത്തത്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആന്റീരിയർ ടിൽറ്റും അല്ല പോസ്റ്റീരിയർ ടിൽറ്റും അല്ല, നോർമൽ ടിൽറ്റിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ചെയർ നമുക്ക് അങ്ങനെ സപ്പോർട്ട് തരുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ അങ്ങനെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് യോഗ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഇരിക്കാറ്. ഓക്കെ,
അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടവലില്ലേ, നമ്മുടെ ടവലോ എന്തെങ്കിലും ക്യൂഷനോ, മെയിൻ ആയിട്ട് ടവലാണ് ഞാൻ പറയാറ്. ടവൽ റോൾ ചെയ്ത് നമ്മുടെ ബാക്കിൽ വെക്കുക. എന്നിട്ട് ഒരു കസേരമേൽ, നിവർന്നിരിക്കുന്ന ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ സ്പൈനിന് വളരെ നല്ലതാണ്. ഓക്കെ, ഈ രണ്ട് പ്രാക്ടിക്കലി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ വെച്ച് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഓൾറെഡി 2016 ഒരു ബൈക്ക് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് സ്പൈനൽ കോഡിന്റെ കംപ്രഷനും ടൈറ്റീനിയത്തിന്റെ നട്ടും ബോൾട്ടും സ്ക്രൂവും എല്ലാ സംഭവം ഇട്ടാണ്. അപ്പൊ ഞാൻ സ്പൈനിന്റെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ക്ലാസ് എല്ലാം എക്സ്പീരിയൻസ് ബേസിസിലും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള അറിവാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ടവല് മടക്കിയിട്ട് നമ്മുടെ നട്ടലിന്റെ ബാക്കിൽ ഏറ്റവും അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്, അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ്. അതല്ലാത്ത പക്ഷം വേറെ ഒരു സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് വെർത്തിട്ടാണ് എന്നുള്ളത് തോന്നിയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായല്ലോ. ഇനി ഒരു സയാറ്റിക്കയെ പറ്റിയും കൂടെ ഞാൻ ചെറുതായിട്ടൊരു കാര്യം പറയാം. ചിലവർക്ക് ഇപ്പോ ഉള്ള പ്രോബ്ലം ആണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. സയാറ്റിക്ക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ബോഡിയിൽ പെരിഫറൽ നെർവ്സിലുള്ളതിനകത്ത് ഏറ്റവും നീളം കൂടിയ, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നെർവാണ് സയാറ്റിക്ക നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനകത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നെർവാണ് വേഗസ് നെർവ്. ഈ രണ്ട് നെർവും യോഗേനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെർവാണ്. വേഗസ് നെർവ് എന്ന് പറയുന്നതാണ് റിയലി ഇമ്പോർട്ടന്റ് യോഗേനെ സംബന്ധിച്ച്. അത് വേറൊരു ക്ലാസ്സിന് വേണ്ടിയുള്ള വേറൊരു ടോപ്പിക്. പക്ഷെ സയാറ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറലിനകത്തെ ഉള്ള ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നെർവാണ്. ഇതേപോലെ ഡിസ്ക് ബൾജിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ നെർവിനെയാണ് ബാധിക്കുക. സയാറ്റിക്ക ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, രണ്ട് കാലിലും ഒരുമിച്ച് വരില്ല, ഒറ്റ കാലിൽ മാത്രമായിരിക്കും വരിക. ചിലപ്പോൾ ലെഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും. അപ്പോ ഈ ഇതിനകത്ത് വരുന്ന നമ്പിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ഒരു കുത്തു പോലത്തെ ഉള്ള ഒരു സെൻസേഷൻ, അങ്ങനത്തെയൊക്കെയുള്ള ഓരോ സെൻസേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബാക്കിന്റെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിനാണ് ഇപ്പൊ ഈ സയാറ്റിക്ക വരുന്ന സമയത്തും നമ്മൾ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയാറ്റിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ളതൊന്നും ഇല്ല. അതിന് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആക്കി നമ്മുടെ ബോഡി ഹീൽ ചെയ്യിപ്പിക്കുക, ഇല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും സർജറി അത് ഇതെന്നൊക്കെ പറയും. അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ പോസ്റ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും ചാടുന്നതും ഓടുന്നതും ഒക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ലോങ് ആയിട്ടുള്ള അവേഴ്സ് നിൽക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ജോലിയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സൂക്ഷ്മ വ്യായാമം, അല്ലെങ്കിൽ ഫുൾ ബോഡി സ്ട്രെച്ച് ഒക്കെ ഇല്ലേ, താടാസന, പാം ട്രീ പോസ്, അതൊക്കെ നിങ്ങൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്, മറക്കരുത്. നിങ്ങൾ കുറെ നേരം നിന്നിട്ടോ കുറെ നേരം ഇരുന്നിട്ടോ ഉള്ള ഇരുന്നിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ നെക്ക് എക്സർസൈസസും കൂടെ ചെയ്യണം. സൂക്ഷ്മ വ്യായാമത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള നെക്ക് എക്സർസൈസും അതേപോലെ കൈയിന്റെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത്, ഷോൾഡറിന്റെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, അതൊന്നും നിങ്ങൾ മടി കാണിക്കരുത്. അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ കുറെ നാളത്തേക്ക് ആരോഗ്യത്തോടു കൂടെ ഓടാൻ ചിലപ്പോൾ സഹായിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, അത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കുഴപ്പം വരും. അപ്പോ ഡോക്ടറും ഇതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ പറയും, സ്ട്രെച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറെ നേരം ഇരിക്കാൻ പാടില്ല, കാഫ് മസിൽസിനുള്ള സ്ട്രെച്ച് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ചിലപ്പോൾ കാര്യമായിട്ട് എടുക്കില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇല്ലല്ലോ, നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. കുഴപ്പമില്ലാണ്ട് ജീവിതം അങ്ങനെ പോകുന്നുണ്ട് എന്നേ തോന്നുള്ളൂ. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ജീവിതം പോകുന്നത് തന്നെ ഒരു വിക്ടറിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. അത് മെഷേഴ്സ് എടുക്കാൻ വേണ്ടി മടി കാണിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം, എന്തെങ്കിലും പ്രോബ്ലം വന്നാലേ അതിനോട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലമേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഉള്ള ഒരു മെച്യൂരിറ്റി മനസ്സിൽ കാണിക്കുക.
ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മൊബൈൽ, എല്ലാവർക്കും മൊബൈൽ ഉണ്ട്. മൊബൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് മൊബൈൽ നോക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മേളത്തുള്ള സെർവിക്കൽ വെർട്ടിബ്രാസിനൊക്കെ കുറെ കഴിഞ്ഞാൽ പ്രോബ്ലം വരും. ഓക്കെ. ആ പ്രോബ്ലം ചിലപ്പോ എന്താ പറയാ സ്പോണ്ടിലൈറ്റിസിനും എന്താ പറയാ ആർത്രൈറ്റിസിനൊക്കെ ചിലപ്പോ അത് ആയിന്ന് വരാം. അതുകൊണ്ട് മൊബൈൽ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് കഴുത്ത്, എങ്ങനെയാണ് നട്ടല് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധ കൊണ്ടുവരിക. ഓക്കെ. പിന്നെയുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, ആ പെട്ടെന്ന് പോയിട്ട് ഒരു ആവേശത്തിന് കയറി ഓരോന്നും പിടിച്ച് പൊക്കാനും എടുക്കാനൊന്നും പോവാൻ നിൽക്കണ്ട. ഓക്കെ. അവരവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാകുക. ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെയാണ് സാധാരണ ഈ ഡിസ്ക് സ്ലിപ്പ് ആവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഡിസ്ക് സ്ലിപ്പ് ആവുന്നതൊന്നും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അത് റിലാക്സ് ചെയ്ത് ബെഡ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിയാവും. പക്ഷെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധയിലായിരിക്കുക. ഓവർ യോഗ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ബാലൻസ്ഡ് ആണ്. സങ്കടത്തിലും ബാലൻസ്ഡ്, സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലും ബാലൻസ്. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഈ നിങ്ങൾ ചിലപ്പോ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പൊള്ളാറില്ലേ, വല്ലോ കയ്യോ കാലോ ഒക്കെ പൊള്ളാറില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും, നിങ്ങൾ പൊള്ളുന്ന ടൈമിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരുന്നിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പൊള്ളലുകളോ ഒന്നും വരില്ല. വേറെ എന്തോ ഒരു കാര്യം ചിന്തിച്ച് വേറെ ഏതോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ധൃതിയിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ പൊള്ളൽ സംഭവിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ബോഡിക്ക് ആക്സിഡൻസ് സംഭവിക്കുന്നത് ശ്രദ്ധയില്ലാത്തപ്പോഴാണ്. അപ്പോ ശ്രദ്ധ മാക്സിമം എല്ലാ ജീവിതത്തിന്റെ ആസ്പെക്റ്റിലും കൊണ്ടുവരിക. എന്തൊക്കെയാണ് എന്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് എന്റെ ഇരിപ്പ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയാണ് പോകുന്നത്, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്തൊക്കെയാണ് നാച്ചുറലി വരുന്ന ചിന്തകൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു അവബോധം, ഒരു ബോധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും യോഗയിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് അർത്ഥം. അല്ലാണ്ട് സൂര്യ നമസ്കാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ, നല്ല കാര്യം. സൂര്യ നമസ്കാരം കുറെ നാളായിട്ടും വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ ചില സാധനം ഇപ്പോഴും ചെയ്യുമ്പോൾ വേദന ഉണ്ട്, അത് കാര്യമാക്കണ്ട. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുന്നുണ്ടോ? ഏറ്റവും വലിയ ഇൻഡിക്കേറ്ററാണ് യോഗയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം, മൊബൈൽ നോക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ലോങ് ആയിട്ടുള്ള ട്രാവൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കുക, ഇരിക്കുക, ഒന്ന് നടക്കുക. ഓക്കെ. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ എക്സർസൈസസ് നിങ്ങൾക്ക് കൊണ്ടുവരിക. ബോഡി പെയിൻ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ചിലവരൊക്കെ കുറെ ഇരുന്ന് പെയിൻ ആയി കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ. ഈ നടക്കുന്നതും സ്ട്രെച്ചിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മെത്ത ഭയങ്കര സോഫ്റ്റ് ആണ്, നിങ്ങളുടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ബാക്ക് പ്രോബ്ലംസിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു കാരണമാവാൻ മാറും ഫ്യൂച്ചറിൽ. ഓക്കെ. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ്, നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലത്തെയുള്ള മാട്രസസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മാറ്റാൻ വേണ്ടിയോ, ഇല്ലെങ്കിൽ ചില മാട്രസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ സ്റ്റിഫ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സൈഡൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അവിടെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ മാക്സിമം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അത് നമ്മുടെ സ്പൈനലിന്റെ നാച്ചുറൽ കെർവിനെ ഇംബാലൻസ് ആക്കും. ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, സ്പൈനിന്റെ നാച്ചുറൽ കെർവ് നിങ്ങൾ കണ്ടില്ലേ? ആ നാച്ചുറൽ കെർവിനെ ഇംബാലൻസസ് ആക്കും. അപ്പോ ഓരോരോ ബാക്ക് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിചാരിക്കും സോഫ്റ്റ് പില്ലോ, ചിലവരുണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തെന്ന് പറയാണ്, ഒരു മാഡത്തിന് ഉണ്ടായിരുന്നു കഴുത്തിന്റെ ഭാഗത്ത് നല്ല വേദന, ഈ ഷോൾഡറിന്റെ ഭാഗത്തും കഴുത്തിന്റെ ഭാഗത്തിനൊക്കെ നല്ല വേദന. എന്താ കാരണം എന്നറിയോ? പുള്ളിക്കാരി ഉപയോഗിക്കുന്ന പില്ലോ ഭയങ്കര ചെറിയ പില്ലോയാ, വളരെ ചെറിയ പില്ലോ. നല്ലതല്ലേ ചെറിയ പില്ലോ ഉപയോഗിക്കുന്നത്? വലിയ തടിയുള്ള പില്ലോ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ചെറിയ പില്ലോ? പക്ഷെ പുള്ളിക്കാരി നേരെ കിടക്കുമ്പോ കുഴപ്പമില്ല, ചെരിഞ്ഞു കിടക്കുമ്പോഴോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പില്ലോ ചെറിയ പില്ലോ ആണ്, ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇങ്ങനെയാവില്ലേ? നല്ല തിക്കായിട്ടുള്ള പില്ലോ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കും, ചെറിയ പില്ലോ ആണെങ്കിൽ ഇങ്ങനെ ആവില്ലേ?
ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരണം. ചെറിയ പില്ലോയും എടുത്തിട്ട് വേണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത്? യെസ്, ഓക്കെ, അതാണ്. അപ്പോ ചെറിയ പില്ലോയും അരുത്, വലിയ പില്ലോയും അരുത്. 2 പില്ലോ ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഇതൊക്കെ കുറയ്ക്കുക. 2 പില്ലോ വെച്ചിട്ട് വേണം അങ്ങനെ കിടക്കാൻ, അതും ബാഡാണ്. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പില്ലോ ഉപയോഗിക്കുക. തിരിഞ്ഞു കിടക്കുന്ന സമയത്തും കഴുത്ത് സ്ട്രെയിറ്റ് ആണ്, നട്ടല് സ്ട്രെയിറ്റ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനത്തേക്കുള്ള ഓരോരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രേ പറയാനാ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വലിയ സംഭവം ഒന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ